നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യാന്തര വിലയിലെ ചാഞ്ചാട്ടത്തിനിടയിൽ ഇന്നും കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,965 രൂപയിലെത്തി. പവന് 1,520 രൂപയുടെ കുറവോടെ 1,11,720 രൂപയാണ് ഇന്നത്തെ വില. കഴിഞ്ഞ ദിവസങ്ങളിൽ 3,000 രൂപയ്ക്ക് മുകളിലായിരുന്നു വിലയിടിവ്. വ്യാഴാഴ്ച പവന് 3,680 രൂപ കുറഞ്ഞിരുന്നു. ഇന്നത്തെ വിലയിൽ 10% പണിക്കൂലിയുള്ള ഒരു പവൻ ആഭരണം വാങ്ങാൻ 1,26,000 രൂപ വേണ്ടിവരും. സംസ്ഥാനത്ത് ജനുവരി 29-നാണ് സ്വർണ്ണവില 1,31,000 എന്ന റെക്കോർഡ് ഉയരം തൊട്ടത്. പിന്നീട് അങ്ങോട്ട് വില കുത്തനെ ഇടിയുന്നതായിരുന്നു കാഴ്ച. 30-31 തീയതികളിൽ ഏകദേശം 12,000 രൂപയോളം വില പവന് ഇടിഞ്ഞു. ഫെബ്രുവരി 1 മുതൽ കഴിഞ്ഞ 5 ദിവസമായി സ്വർണ്ണവില ഏറിയും കുറഞ്ഞുമാണ് തുടരുന്നത്. വില വലിയ തോതിൽ ഇടിയുമ്പോഴും വമ്പൻ കുതിപ്പുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആഗോള വിപണിയിലെ ചലനങ്ങൾ തന്നെയാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. രാജ്യാന്തര വില നിലവിൽ $135 ഇടിഞ്ഞ് $4,789 ശക്തമായ US ഡോളറാണ് ഇന്ന് സ്വർണ്ണവില കുറയാൻ പ്രധാന കാരണം. ഡോളർ ശക്തിപ്പെടുമ്പോൾ മറ്റ് കറൻസികൾ ഉള്ളവർക്ക് സ്വർണം വാങ്ങാൻ കൂടുതൽ ചിലവേറിയതാവുകയും നിക്ഷേപം എന്ന നിലയിൽ അതിൻ്റെ ആകർഷണം കുറയ്ക്കുകയും ചെയ്യും. പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിലെ ഫെഡറൽ റിസർവിന്റെ ജാഗ്രതയും തൊഴിൽ വിപണിക്കപ്പുറം പണപ്പെരുപ്പത്തിന് പ്രാധാന്യം നൽകിയതും ഡോളറിന് കരുത്ത് പകർന്നു. ഔൺസിന് $5,600 എത്തിയ റെക്കോർഡ് ഉയർച്ചയ്ക്ക് ശേഷം നടന്ന കനത്ത ലാഭമെടുപ്പും സ്വർണത്തിന്റെ വില കുത്തനെ ഇടിയാൻ കാരണമായി. ഒപ്പം ഓഹരി സൂചികകളിലെ തകർച്ചയും റിസ്ക് ഓഫ് മനോഭാവവും നിക്ഷേപകരെ അവരുടെ കൈവശമുള്ള വിലയേറിയ ലോഹങ്ങൾ വിറ്റ് നഷ്ടങ്ങൾ നികത്താൻ പ്രേരിപ്പിച്ചു. ഇതെല്ലാം കേരളത്തിലെ സ്വർണ്ണവിലയെയും സ്വാധീനിച്ചു. കേരളത്തിൽ ഇന്നത്തെ വില സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. പവൻ വില 1,520 രൂപ ഇടിഞ്ഞ് 1,11,720 രൂപയായി. ഗ്രാം വില 13,965 രൂപയും. ഇന്നലെ പവൻ വില 1,13,240 രൂപയും ഗ്രാം വില 14,155 രൂപയുമായിരുന്നു. 18 ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ഗ്രാമിന് 11,545 രൂപയാണ് വില. ഇനിയും വില കുറയുമെന്നും ബ്ലൂബർഗ് ഇന്റലിജൻസിന്റെ സീനിയർ മാർക്കറ്റ് സ്ട്രാറ്റജീസ് മൈക്ക് മക്ലോഡ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ അന്താരാഷ്ട്ര സ്പോർട്സ് സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത്. നിലവിലെ താഴോട്ടുള്ള പ്രവണത തുടരുകയാണെങ്കിൽ ഒരു ട്രോയ് ഔൺസിന് $4,000 വില താഴ്ന്നേക്കാം എന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ US ഡോളർ, ഉയർന്ന നേട്ടങ്ങൾക്ക് ശേഷമുള്ള ലാഭമെടുപ്പ്, ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച് ജാഗ്രതാ സൂചനകൾ, പണച്ചുരുക്ക സമ്മർദ്ദങ്ങൾ എന്നിവയാണ് ഈ ഇടിവിന് ആക്കം കൂട്ടുന്നത്. അന്താരാഷ്ട്ര വില $4,000 ആകുമ്പോൾ ഒരു പവൻ ഏകദേശം 93,000 മുതൽ 94,000 രൂപയായിരിക്കും വില. ഈ വിലയിടിവ് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമായി സ്വർണം വാങ്ങുന്നവർക്ക് കൂടുതൽ ആകർഷകമാക്കും. എന്നാൽ നിലവിൽ സ്വർണം കൈവശമുള്ളവർക്കോ വിൽക്കുന്നവർക്കോ ഇത്തരം തിരുത്തൽ വലിയ നഷ്ടമുണ്ടാക്കാൻ ഇടയുണ്ട്. ഈ പ്രവചനം നിലവിലെ സാമ്പത്തിക സംഭവ വികാസങ്ങളെ ആശ്രയിച്ച് മാത്രമുള്ളതാണ്. പണപ്പെരുപ്പമോ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളോ വീണ്ടും ഉയർന്നു വന്നാൽ സ്വർണ്ണവില സ്ഥിരത കൈവരിക്കാനോ തിരിച്ചു വരാനോ സാധ്യതയുണ്ടെന്ന് മറ്റ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഇത്തരം ഹ്രസ്വകാല പ്രവചനങ്ങൾ വിശാലമായ പ്രവണതകളോടൊപ്പം ജാഗ്രതയോടെ കാണണമെന്നാണ് മുന്നറിയിപ്പ്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ ചാഞ്ചാട്ടത്തിൽ ആടിയുലഞ്ഞ് പാകിസ്ഥാനിലെ സ്വർണ്ണ വിപണിയും. കഴിഞ്ഞ 2 ആഴ്ചയായി ആഗോളതലത്തിൽ സ്വർണ്ണത്തിന്റെ വെള്ളിയുടെയും വിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഉണ്ടായത്. ഇതോടെ പാകിസ്ഥാനിലെ നിക്ഷേപകരിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടു. ആഗോള ബുള്ളിയൻ വിപണിയിലെ സമീപകാല ഉയർച്ചയും തകർച്ചയും വീണ്ടുമുള്ള ഉയർച്ചയും സ്വർണത്തെയും വെള്ളിയെയും ഒരു നിക്ഷേപമായി കാണുന്നവരിൽ താല്പര്യം ജനിപ്പിച്ചു. പാകിസ്ഥാനിലെ ആഭരണ ഉപഭോക്താക്കൾക്കിടയിൽ സ്വർണവും ഒരു പരിധിവരെ വെള്ളിയും വളരെ കാലമായി പ്രിയപ്പെട്ടതാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തെ വില നിലവാരത്തിൽ വെള്ളി സ്വർണത്തെ മറികടന്നു. ഇത് പാകിസ്ഥാനിലെ നിക്ഷേപകരുടെ താല്പര്യത്തിലും പ്രതിഫലിച്ചു. ഞങ്ങൾ പ്രധാനമായും ആഭരണ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും അത് തകർച്ചയിലാണ്. കാരണം ആളുകൾ നിക്ഷേപത്തിനായി വിലയേറിയ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. അതിനാൽ റാലി ആരംഭിച്ചപ്പോൾ കുറച്ച് ഉപഭോക്താക്കൾ വെള്ളി ബാറുകൾ വാങ്ങാനോ സ്വർണം വിൽക്കാനോ താല്പര്യം കാണിച്ച് ഞങ്ങളുടെ കടയിലേക്ക് വന്നു എന്നും പാകിസ്ഥാനിലെ ഒരു സ്വർണ്ണ വ്യാപാരി പ്രതികരിച്ചു. പതിറ്റാണ്ടുകളായി ലാഹോറിൽ തന്റെ കുടുംബ ബിസിനസ് നടത്തുന്ന മറ്റൊരു ജ്വല്ലറി വ്യാപാരിയായ ഒമർ എഹ്സാൻ ഈ പ്രവണതയെ സ്ഥിരീകരിച്ചു. സ്വർണ്ണ നിക്ഷേപങ്ങളിലെ പ്രവണത വെള്ളിയിലും വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹം പറയുന്നു.
എൻ്റെ ഉപഭോക്താക്കൾ റാലി നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് അന്വേഷിക്കാൻ വിളിച്ചു, പക്ഷെ ഞാൻ അവരോട് ജാഗ്രത പാലിക്കാൻ ഉപദേശിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പെട്ടെന്നുള്ള റാലിക്ക് മുമ്പ് കഴിഞ്ഞ ആഴ്ച വിലയിലെ ഇടിവ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം അൽ ജസീറയോട് പ്രതികരിച്ചു. ആഭ്യന്തര വിപണിയിൽ ബുധനാഴ്ച 10 ഗ്രാം സ്വർണത്തിന്റെ വില 20,000 രൂപയിൽ കൂടുതൽ വർദ്ധിച്ച് $4,40,000 വെള്ളിയുടെ വിലയിലും സമാനമായ വർധനവ് രേഖപ്പെടുത്തി. 10 ഗ്രാം വെള്ളിയുടെ വില 7,800 രൂപയിലെത്തി. ആദ്യ ഇടിവും തുടർന്ന് ഒരു വീണ്ടെടുക്കലും അന്താരാഷ്ട്ര വിപണിയിലെ വിശാലമായ ചലനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ബുള്ളിയൻ വിപണിയിലെ സമീപകാല പ്രക്ഷോഭത്തിന് പ്രധാനമായ കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന ഭയമാണ്. ഇത് വിപണിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്ന് കറാച്ചിയിൽ 56-കാരനായ ജ്വല്ലറി വ്യാപാരിയും നഗരത്തിലെ ജ്വല്ലറി അസോസിയേഷന്റെ മുൻ വൈസ് പ്രസിഡന്റായ ഹനീഫ് ചന്ദ് പറഞ്ഞു. ട്രംപ് തീരുമാനമെടുക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്ന വാർത്ത വന്നതോടെ വിപണികൾ അല്പം ശാന്തമായി. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സ്ഥിതി വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടാൽ അത് വീണ്ടും കുതിച്ചുയരാനും സാധ്യതയുണ്ടെന്നും ചന്ദ് പറഞ്ഞു. ആ മാന്ദ്യത്തിന് ശേഷം സ്വർണ്ണവില ഉയരാൻ കാരണമായ മറ്റൊരു ഘടകം ചൈനയിൽ സ്വർണം വാങ്ങലിലെ കുതിച്ചുചാട്ടമാണെന്നും ലാഹോറിലെ സ്വതന്ത്ര നിക്ഷേപ വിശകലന വിദഗ്ധനായ അലി അഫ്താബ് പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം ചൈന US ട്രഷറി സെക്യൂരിറ്റികളുടെ കൈവശമുള്ള ഓഹരികൾ കുറച്ചിട്ടുണ്ട്. അവ ഇപ്പോൾ $700 ബില്യൺ താഴെയായി. 2013 നവംബറിലെ ഏറ്റവും ഉയർന്ന നിരക്കായ $1.32 ട്രില്യൺ ശേഷം ഏകദേശം പകുതിയോളം ഇടിവാണിത്. ഇവയ്ക്ക് പകരം സ്വർണത്തിന്റെ വലിയ തോതിലുള്ള വാങ്ങലുകൾ നടത്തി. നിങ്ങൾ കാണുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വിപണി അതിന്റെ ഗതി ശരിയാക്കുന്നതിനാലാണ്. ഒരു ഉൽപ്പന്നം ഒരു നിശ്ചിത വിലയിൽ എത്തിക്കഴിഞ്ഞാൽ നിക്ഷേപകർ വാങ്ങുന്നത് നിർത്തുകയും അടുത്ത റൗണ്ട് ആരംഭിക്കുന്നതിന് മുൻപ് വില സ്വയം ശരിയാക്കുകയും ചെയ്യുന്നു. ലോഹങ്ങൾ വീണ്ടും മുകളിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണത്തിന്റെ ഉയർന്ന വില കാരണം വെള്ളി ഇപ്പോൾ പലരുടെയും ഇഷ്ടലോഹമായി കാണപ്പെടുന്നുവെന്നും ഇസ്ലാമാബാദിലെ ഒരു ജ്വല്ലറി ഷോപ്പ് ഉടമയായ റസാഖ് അഹമ്മദ് പറഞ്ഞു. അവർ അത് നിക്ഷേപ ആവശ്യങ്ങൾക്കും ആഭരണങ്ങൾക്കും വേണ്ടി വാങ്ങുന്നു. ഒരു ചെറിയ ഉപഭോക്താവ് വെള്ളിയിൽ നിർമ്മിച്ച വസ്തുക്കൾ വാങ്ങുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. വിലയിലെ വർധനവിനൊപ്പം അതിൽ നിന്നുള്ള വരുമാനവും വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് കുടുംബങ്ങൾ സ്വർണമോ സ്വർണ്ണാഭരണങ്ങളോ ഒരു നിക്ഷേപമായി വാങ്ങിയിരുന്നു. വിവാഹിതരാകുമ്പോൾ കുട്ടികൾക്ക് കൈമാറാൻ കഴിയുന്ന ഒന്നായി അത് ഉപയോഗിച്ചിരുന്നു. ഉയർന്ന നിലവാരമുള്ള ആന്റിക് ആഭരണങ്ങൾ കുടുംബങ്ങൾ തിരഞ്ഞെടുക്കുന്നതോടെ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ചന്ദ് പറഞ്ഞു. ഇപ്പോൾ രാജ്യത്തെ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അതേസമയം സ്വർണത്തിന്റെ വില കുതിച്ചു വരുന്നതിനാൽ നിക്ഷേപിക്കാനുള്ള ഒരു വസ്തുവായി വെള്ളി കൂടുതൽ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങൾക്കായി ചെലവഴിക്കുന്നതിന് പകരം ആളുകൾ ഇപ്പോൾ അവരുടെ പണം വെള്ളി ബാറുകളിൽ നിക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നു. 2024 പാകിസ്ഥാൻ $27 മില്യൺ സ്വർണം ഇറക്കുമതി ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും കേരളത്തിലും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.